വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് ആ നാടിന്. ഇന്നിപ്പോൾ എന്താണ് മറ്റു ഒരുക്കങ്ങൾ? സംസ്കാര ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായോ? എവിടെ വെച്ചാണ് ഉണ്ടാവുക? പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായോ? വിനീഷ്, രഞ്ജിത്ത്, കുവൈറ്റ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തെ തുടർന്ന് മരണപ്പെട്ട കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കഴിഞ്ഞ ദിവസമായിരുന്നു 4 പേരുടെ മൃതശരീരങ്ങൾ കൊല്ലത്തെത്തിച്ചത്. ഇതിൽ സുമേഷ്, ഷമീർ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നിരുന്നു. പുനലൂർ നരിക്കൽ സ്വദേശിയായ സാജൻ ജോർജിന്റെ മൃതശരീരം പുനലൂരിലെ സ്വകാര്യ മോർച്ചറിയിലായിരുന്നു എത്തിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 10:30 മോർച്ചറിയിൽ നിന്നും മൊബൈൽ മോർച്ചറിയിലേക്ക് മൃതശരീരം മാറ്റുകയും തുടർന്ന് വിലാപയാത്രയായിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിന് ശേഷമാകും വീടിന് സമീപത്തെ ബദേൽ മർത്തോമ ചർച്ചിലാകും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അതുപോലെ തന്നെ ഈ കൊല്ലം വെളിച്ചിക്കാല സ്വദേശിയായ ലൂക്കോസിന്റെ മൃതശരീരം കുട്ടിയത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലായിരുന്നു ഇന്നലെ എത്തിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 8:30 മൃതശരീരം വിലാപയാത്രയായിട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഏകദേശം 1 മണിക്കൂർ സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതുപോലെ തന്നെ നാട്ടുകാരും വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കും. തുടർന്നാകും വീടിന് സമീപത്തുള്ള IPC ബദേൽ ചർച്ചിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിപ്പോ മതപരമായിട്ടുള്ള സംസ്കാര ശുശ്രൂഷകളാണ് ഇരുവരുടെയും നടക്കുക. അതായത് ഇതിന് ദൈർഘ്യം കുറച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇരുവരുടെയും മൃതശരീരങ്ങൾ നാട്ടിലെത്തിച്ചപ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ടാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ ബന്ധുമിത്രാദികളെല്ലാം തന്നെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇതിൽ ഈ വെളിച്ചിക്കാല സ്വദേശിയായ ലൂക്കോസ് അടുത്ത മാസം മകളുടെ ഉപരിപഠനത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ളൊരു ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത്. ഈ നരിക്കൽ സ്വദേശിയായ സാജൻ ജോലിക്ക് എത്തിയിട്ട് തന്നെ 1 മാസം മാത്രമേ കഴിയുന്നുള്ളൂ. ആദ്യത്തെ ശമ്പളം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോ സാജൻ കൊട്ടാരക്കരയിലുള്ള ഒരു സ്വകാര്യ ഒരു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലി ലഭിക്കുകയും കുവൈറ്റിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു മഹാദുരന്തത്തിൽ ഇരുവരും അകപ്പെടുന്നത്. അതാണ് സാഹചര്യം. നമുക്ക് കോട്ടയത്തേക്ക് കൂടി പോകണം. കോട്ടയത്ത് സ്വദേശികളായ മരിച്ച 3 പേരുടെ സംസ്കാരം ഇപ്പോൾ മൃതദേഹം മോർച്ചറികൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നാളെയും, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. G.